നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് പലരുടെയും സ്വപ്നമാണ്. എന്നാൽ പലപ്പോഴും ഉയർന്ന ഫീസ് കാരണം ഇത് എല്ലാവർക്കും സാധ്യമായെന്ന് വരില്ല. ഇവിടെയാണ് വിദ്യാഭ്യാസ വായ്പകൾ രക്ഷകരായി എത്തുന്നത്. സ്വപ്നം കണ്ട കോഴ്സ് പഠിക്കാനും നല്ലൊരു ഭാവിക്കുമായി വിദ്യാഭ്യാസ വായ്പകൾ സഹായിക്കുമെങ്കിലും ഒരു വായ്പ എടുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ പരിഗണിക്കണം. വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം, ആവശ്യമായ തുക മാത്രം. നിങ്ങൾ എത്ര രൂപയാണോ കോഴ്സിന് ആവശ്യമുള്ളത് അത് കൃത്യമായി കണക്കാക്കുക എന്നതാണ്. നിങ്ങളുടെ കോഴ്സ് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, പുസ്തകങ്ങൾ, ലാപ്ടോപ്പ്, മറ്റു പഠനോപകരണങ്ങൾ, അങ്ങനെ എല്ലാ ചെലവുകളും കൂട്ടി ഒരു ഏകദേശ തുക ആദ്യം തന്നെ കണക്കാക്കുക. എന്നിട്ട് ആവശ്യമുള്ള തുക മാത്രം വായ്പയെടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ എടുത്താൽ അത് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. 2. പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക. വിവിധ ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും വ്യത്യസ്ത പലിശ നിരക്കുകളാണ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ഈടാക്കുന്നത്. കുറഞ്ഞ പലിശ നിരക്ക് കിട്ടുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുവേണ്ടി പല ബാങ്കുകളുടെ പലിശ നിരക്കുകൾ നിങ്ങൾ തന്നെ ഓൺലൈനിൽ കയറി താരതമ്യം ചെയ്യുക. കൂടാതെ സ്ഥിര പലിശ നിരക്കാണോ അതോ ഫ്ലോട്ടിംഗ് പലിശ നിരക്കാണോ എന്നും ശ്രദ്ധിക്കുക. ഫ്ലോട്ടിംഗ് പലിശ നിരക്കാണെങ്കിൽ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പലിശ നിരക്കിൽ വ്യത്യാസം വരും. 3. തിരിച്ചടവ് കാലാവധി ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. വായ്പ തിരിച്ചടക്കുന്നതിനുള്ള സമയം നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ എടുക്കാം. കൂടുതൽ കാലയളവ് കിട്ടിയാൽ EMI കുറഞ്ഞ തുകയായിരിക്കും, പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര EMI അടയ്ക്കാൻ പറ്റുമെന്ന് ആദ്യമേ കണക്കാക്കുക. അതനുസരിച്ച് തിരിച്ചടവ് കാലാവധി തിരഞ്ഞെടുക്കുക. 4. വായ്പയുടെ നിബന്ധനകളും വ്യവസ്ഥകളും. ലോൺ എടുക്കുന്നതിന് മുൻപ് ബാങ്കോ അല്ലെങ്കിൽ സ്ഥാപനമോ പറയുന്ന എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക. പലിശ നിരക്ക് എങ്ങനെയാണ് തിരിച്ചടയ്ക്കേണ്ടത്, മുഴുവൻ തുകയും നേരത്തെ തിരിച്ചടച്ചാലുള്ള നിയമങ്ങൾ, മറ്റ് ഫീസുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കണം. സംശയമുണ്ടെങ്കിൽ ബാങ്കിൽ ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ലോൺ എടുക്കാൻ സമ്മതിക്കുക. 5. മറഞ്ഞിരിക്കുന്ന ചാർജുകൾ. ചില ബാങ്കുകൾ ലോൺ എടുക്കുമ്പോൾ പ്രോസസ്സിംഗ് ഫീസ്, ഡോക്യുമെന്റേഷൻ ചാർജുകൾ എന്നിങ്ങനെ കുറച്ച് അധിക ചാർജുകൾ ഈടാക്കാൻ സാധ്യതയുണ്ട്. ഇവയെക്കുറിച്ച് നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുൻപ് തന്നെ ചോദിച്ച് അറിയുക. ലോണിന്റെ മൊത്തം ചിലവ് കണക്കാക്കുമ്പോൾ ഈ ചാർജുകളും പരിഗണിക്കണം. 6. ഈട് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാ വിദ്യാഭ്യാസ വായ്പകൾക്കും ഈട് ആവശ്യമില്ല. ചില വായ്പകൾക്ക് ഈട് ആവശ്യമാണ്. ഈട് ആവശ്യമുള്ള ലോൺ ആണെങ്കിൽ നിങ്ങൾ വസ്തുവകകളോ അല്ലെങ്കിൽ സ്വർണമോ ബാങ്കിൽ കൊടുക്കേണ്ടി വരും. ഈടില്ലാത്ത വായ്പകൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കാവുന്നതാണ്. 7. തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഉറപ്പാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പഠിത്തം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടുകയും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുകയും ചെയ്യുമോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഭാവിയിലെ വരുമാനം, മറ്റു സാമ്പത്തിക ബാധ്യതകൾ എന്നിവയെല്ലാം പരിഗണിച്ച് EMI കൃത്യമായി അടയ്ക്കാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തുക. സ്വന്തമായി തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. 8. വായ്പ നൽകുന്ന സ്ഥാപനത്തെക്കുറിച്ച് അറിയുക. നിങ്ങൾ ലോൺ എടുക്കാൻ പോകുന്ന ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനമോ വിശ്വസനീയമാണോ എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ പേര്, ഇതുവരെ അവർ കൊടുത്ത ലോണുകൾ, കസ്റ്റമർ സർവീസ് എന്നിവയെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. 9. വായ്പയുടെ ഉദ്ദേശം. വിദ്യാഭ്യാസ വായ്പകൾ എപ്പോഴും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ലോൺ തുക കിട്ടിയാൽ അത് പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഈ പൈസ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. മൊറട്ടോറിയം പീരീഡ്. മൊറട്ടോറിയം പീരീഡ് എന്നാൽ പഠനം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് വരെ ലോൺ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഒരു സമയം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ലോൺ എടുക്കുന്നത് ബാങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക.
മൊറട്ടോറിയം പീരീഡ് കിട്ടിയാൽ പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. 11. നികുതി ആനുകൂല്യങ്ങൾ. വിദ്യാഭ്യാസ വായ്പകൾക്ക് നികുതി ഇളവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80E പ്രകാരം വിദ്യാഭ്യാസ വായ്പയുടെ പലിശയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ ചോദിച്ച് അറിയുക, അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റിനെ പോയി കാണുക. 12. ഇൻഷുറൻസ് പരിരക്ഷ. സാധാരണയായി വിദ്യാഭ്യാസ വായ്പകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടാകാറുണ്ട്. ലോൺ എടുത്ത വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലോൺ തിരിച്ചടയ്ക്കാൻ ഇത് സഹായിക്കും. ഇൻഷുറൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ ലോൺ എടുക്കുന്നതിന് മുൻപ് ചോദിച്ച് മനസ്സിലാക്കുക. വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.